ഇന്നത്തെ റെസിപ്പി അമൃതം പൊടി വെച്ച് എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റിയ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഡ്രിങ്കിൻ്റെ ആണ് കേട്ടോ. അമൃതം പൊടി കഴിക്കാത്ത കുട്ടികൾക്കൊക്കെ ഇതുപോലെ ഒന്ന് തയ്യാറാക്കി കൊടുത്താൽ മതി, അവരത് ഇഷ്ടപ്പെട്ട് തന്നെ കഴിക്കും. അതുമാത്രമല്ല, നമ്മുടെ വീട്ടിൽ ഗസ്റ്റൊക്കെ വരുന്ന സമയത്ത് പെട്ടെന്ന് തന്നെ നമുക്കിത് തയ്യാറാക്കി കൊടുക്കാൻ പറ്റും. നല്ല ടേസ്റ്റിയാണ്. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് സിമ്പിളായിട്ട് ഇത് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. ഇത് റെഡിയാക്കാനായിട്ട് ഒരു പാനിലേക്ക് 1/4 കപ്പ് അമൃതം പൊടി ഇട്ട് കൊടുക്കാം. ഇനി ഇത് നല്ലപോലെ ഒന്ന് ഡ്രൈ റോസ്റ്റ് ചെയ്തിട്ടെടുക്കാം. ലോ ടു മീഡിയം ഫ്ലെയിമിൽ വെച്ച് കണ്ടിന്യൂസ് ആയിട്ട് ഇളക്കി കൊടുക്കാം. ഹൈ ഫ്ലെയിമിൽ വെച്ചാൽ പെട്ടെന്ന് തന്നെ കരിഞ്ഞു പോകും. 2-3 മിനിറ്റൊക്കെ കഴിയുന്ന സമയത്ത് അമൃതം പൊടിയുടെ കളറൊക്കെ ചെറുതായിട്ടൊന്ന് മാറി തുടങ്ങും. അതുപോലെ നല്ലോണം മൂത്തിയൊരു സ്മെല്ലും വരും. ഇതിവിടെ ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത ശേഷം വേറൊരു പാത്രത്തിലേക്ക് മാറ്റാം. ഇനി അടുത്തതായിട്ട് എടുക്കേണ്ടത് പഴമാണ് കേട്ടോ. ഞാനിവിടെ 5 ചെറുപഴമാണ് എടുത്തിട്ടുള്ളത്. ഏത് പഴം എടുത്താലും കുഴപ്പമില്ല. പാളയംകുടം പഴം ഉണ്ടെങ്കിൽ അതെടുത്തോളൂ, അതാണ് ഒന്നും കൂടെ നല്ലത്. ഈ പഴത്തിൻ്റെ തൊലിയൊക്കെ കളഞ്ഞ ശേഷം ഇതിലേക്ക് 1/4 കപ്പ് പഞ്ചസാര ഇട്ട് കൊടുക്കാം. ഇനിയൊരു വിസ്കോ സ്പൂണോ ഫോർക്കോ ഉപയോഗിച്ചിട്ട് നല്ലപോലെ ഇതൊന്ന് ഉടച്ചെടുക്കാം. എളുപ്പത്തിന് വേണ്ടിയിട്ട് ഈ ഒരു പഴവും പഞ്ചസാരയും കൂടെ മിക്സിയിലിട്ട് അടിക്കാതിരിക്കണതാണ് കേട്ടോ നല്ലത്. ഇങ്ങനെ ചെയ്യുവാണെങ്കിൽ ചെറിയ ചെറിയ പീസൊക്കെ നമ്മൾ കുടിക്കണ സമയത്ത് നമുക്ക് കടിക്കാൻ കിട്ടുമല്ലോ. അതുപോലെ കുട്ടികൾ കഴിക്കാത്ത ഫ്രൂട്ട്സൊക്കെ ഉണ്ടാവില്ലേ, ആ ഫ്രൂട്ട്സൊക്കെ ഈ പഴത്തിൻ്റെ കൂടെ തന്നെ നമുക്ക് ഉടച്ചെടുക്കാം. ഞാൻ പക്ഷേ ഇപ്പോൾ പഴം മാത്രമേ ചേർക്കുന്നുള്ളൂ. നമ്മുടെ പഴമൊക്കെ ഇവിടെ നല്ലപോലെ ഉടച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതും നമുക്കിവിടെ മാറ്റി വയ്ക്കാം. ഇനി അടുത്തതായിട്ട് വേറൊരു പാത്രം എടുക്കാം. ഇതിലേക്ക് 1/4 കപ്പ് അവലിട്ട് കൊടുക്കാം. ഞാൻ വെള്ളയവലാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. ഇത് തന്നെ വേണമെന്നൊന്നുമില്ല, ഇതിന് പകരമായിട്ട് മട്ടയവൽ എടുത്താലും മതി. ഇനി നമുക്കിത് നല്ലപോലെ ഒന്ന് ഡ്രൈ റോസ്റ്റ് ചെയ്തിട്ടെടുക്കാം. നമ്മളിപ്പോൾ പാലിലേക്ക് ഈ ഒരു അവൽ നേരിട്ട് ചേർത്ത് കൊടുക്കുവാണെങ്കിൽ പെട്ടെന്ന് തന്നെ അത് കുഴഞ്ഞു പോകും. പക്ഷെ നമ്മളിങ്ങനെ റോസ്റ്റ് ചെയ്തിട്ട് ചേർക്കുവാണെങ്കിൽ നമ്മളിത് കുടിക്കണ സമയത്ത് നമുക്ക് ഈ അവലൊക്കെ കടിക്കാനായിട്ട് കിട്ടും. അപ്പോൾ ഒന്നുകൂടെ നല്ല ടേസ്റ്റ് ഉണ്ടാവും. എന്തായാലും ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കണം കേട്ടോ, അത്ര ടേസ്റ്റിയാണ്. നമ്മുടെ ചാനലിൽ അമൃതം പൊടി വെച്ചിട്ട് കുറേ നല്ല റെസിപ്പീസൊക്കെ ഉണ്ട്. കണ്ടിട്ടില്ലെങ്കിൽ ഒന്ന് കണ്ടു നോക്കണേ. അതുപോലെ നമ്മുടെ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കില്ല കേട്ടോ. ഇതും ഇവിടെ നല്ലപോലെ റോസ്റ്റായി വന്നിട്ടുണ്ട്. ഇത്രയും മതി. ഇനി ഫ്ലെയിം ഓഫ് ചെയ്ത ശേഷം വേറൊരു പാത്രത്തിലേക്ക് മാറ്റാം. ഇനി നമുക്ക് മിക്സിയുടെ ജാർ എടുക്കാം. ഇതിലേക്ക് 1/2 കപ്പ് പാലൊഴിച്ച് കൊടുക്കാം. ഞാൻ ഈ പാല് നല്ലപോലെ തിളപ്പിച്ച ശേഷം ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ചെടുത്തിട്ടുള്ളതാണ് കേട്ടോ. കൂടെ തന്നെ നമ്മളിപ്പോൾ റോസ്റ്റ് ചെയ്ത് മാറ്റി വെച്ചിട്ടുള്ള അമൃതം പൊടിയില്ലേ, അതുകൂടെ ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് നല്ലൊരു ടേസ്റ്റ് കൂടെ കിട്ടാനായിട്ട് 1 ടീസ്പൂൺ റോസ്റ്റ് ചെയ്തിട്ടുള്ള കപ്പലണ്ടി ചേർക്കാം. ഞാനിത് ഓവനിലാണ് റോസ്റ്റ് ചെയ്തെടുത്തത്. 170 ഡിഗ്രിയിൽ 7 മിനിറ്റ് 2 മിനിറ്റൊക്കെ കഴിയുന്ന സമയത്ത് ഒന്ന് പുറത്തെടുത്തിട്ട് തിരിച്ച് മറിച്ച് വിട്ടിട്ട് വീണ്ടും വെച്ചാൽ മതി. ഓവനില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. ലോ ടു മീഡിയം ഫ്ലെയിമിൽ നല്ലപോലെ ഇതൊന്ന് റോസ്റ്റ് ചെയ്തിട്ട് എടുത്താൽ മതി. അല്ലെങ്കിൽ നമുക്ക് ഇതുപോലെ റോസ്റ്റഡ് ആയിട്ടുള്ള കപ്പലണ്ടി തന്നെ വാങ്ങിക്കാൻ കിട്ടും, അങ്ങനെ വാങ്ങിച്ചാലും മതി. കപ്പലണ്ടി ചേർത്ത് കഴിഞ്ഞാൽ ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ പഞ്ചസാരയും കൂടെ ചേർക്കാം. നമ്മൾ ഓൾറെഡി പഴത്തിൽ പഞ്ചസാര ചേർത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മുടെ ടേസ്റ്റിനനുസരിച്ച് വേണം കേട്ടോ മധുരമൊക്കെ ചേർക്കാനായിട്ട്. കൂടെ തന്നെ 1 ടേബിൾ സ്പൂൺ ബൂസ്റ്റ് പൊടിയും കൂടെ ചേർക്കാം. ബൂസ്റ്റ് ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല, അതിന് പകരമായിട്ട് അമൃതം പൊടി കൊണ്ടുള്ള പ്രോട്ടീൻ പൗഡർ ചേർത്താൽ മതി. അതിൻ്റെ വീഡിയോ നമ്മുടെ ചാനലിലുണ്ട് കേട്ടോ. ഇത് രണ്ടും ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. ഇങ്ങനെ തന്നെ ഇത് അടിച്ചെടുത്താൽ മതി. നമ്മുടെ ഈ ഒരു ഡ്രിങ്കിന് നല്ല ടേസ്റ്റ് തന്നെ ഉണ്ടാവും. അടിച്ചെടുത്ത് കഴിഞ്ഞാൽ നമുക്കിത് സെറ്റ് ചെയ്തിട്ടെടുക്കാം. ഇനി നമുക്കൊരു സെർവിങ് ഗ്ലാസ് ആണ് എടുക്കേണ്ടത്. ഇതിലേക്ക് നമ്മൾ നേരത്തെ ഉടച്ചു വെച്ചിട്ടുള്ള പഴവും പഞ്ചസാരയുടെ ആ ഒരു മിക്സിലെ അത് നമുക്ക് ഇട്ട് കൊടുക്കാം. ഞാൻ 3 ടേബിൾ സ്പൂണാണ് കേട്ടോ ഈ ഒരു പഴത്തിൻ്റെ കൂട്ട് ചേർക്കുന്നത്. ഇതിൻ്റെ മുകളിലായിട്ട് നമ്മൾ നേരത്തെ റോസ്റ്റ് ചെയ്ത് മാറ്റി വെച്ചിട്ടുള്ള കപ്പലുണ്ടില്ലേ, അതും കൂടെ ഇട്ട് കൊടുക്കാം. ഇതിൻ്റെ കൂടെ തന്നെ നമുക്ക് വേണമെങ്കിൽ ഹോർലിക്സ് ചേർക്കാം. അതുപോലെ നമ്മുടെ വീട്ടിൽ ബിസ്ക്കറ്റൊക്കെ ഉണ്ടാവില്ലേ, അത് കൈ വെച്ചിട്ട് പൊടിച്ചിട്ട് 1-2 ബിസ്ക്കറ്റും കൂടെ ചേർക്കാം. ഏത് ഫ്ലേവറിലുള്ള ബിസ്ക്കറ്റ് ആയാലും കുഴപ്പമൊന്നുമില്ല. ഞാൻ പക്ഷേ ചേർക്കുന്നില്ല കേട്ടോ. ഇനി ഇതിൻ്റെ മുകളിലായിട്ട് ഞാനിട്ട് കൊടുക്കുന്നത് നമ്മൾ നേരത്തെ റോസ്റ്റ് ചെയ്ത് മാറ്റി വെച്ചിട്ടുള്ള അവലില്ലേ, അതാണ്. അതും ഞാൻ 3 ടേബിൾ സ്പൂൺ ചേർക്കുന്നുണ്ട്. ഇതിൻ്റെ അളവൊക്കെ നമ്മുടെ ടേസ്റ്റിനനുസരിച്ചാണ് കേട്ടോ ചേർക്കേണ്ടത്. ഇനി ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കുന്നത് നമ്മൾ നേരത്തെ അടിച്ച് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്ന പാലില്ലേ, അതാണ്. നമ്മളിവിടെ റെഡിയാക്കുന്നത് അവൽ മിൽക്കാണ് കേട്ടോ. ചെറിയ മാറ്റങ്ങളൊക്കെ വരുത്തിയിട്ടുണ്ടെന്ന് മാത്രം. ഇനി ഇത് നമുക്ക് നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. നല്ല തണുപ്പ് വേണമെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ മുകളിലായിട്ട് കുറച്ച് ഐസ് ക്യൂബ്സും കൂടെ ഇട്ടിട്ട് നമുക്കിത് സെർവ് ചെയ്യാം. ഇതിനിങ്ങനെ തന്നെ കുടിക്കാം, അല്ലെങ്കിൽ നമുക്കിതിൻ്റെ മുകളിലായിട്ട് കുറച്ച് ഐസ്ക്രീമും കൂടെ ചേർത്തിട്ടും കഴിക്കാം. ഞാനിതിൻ്റെ മുകളിലായിട്ട് കുറച്ച് ഐസ്ക്രീമും കൂടെ ചേർക്കുന്നുണ്ട് കേട്ടോ. ഞാൻ വാനില ഫ്ലേവറിലുള്ള ഐസ്ക്രീമാണ് എടുത്തിട്ടുള്ളത്. ചെറിയൊരു സ്കൂപ്പ് മാത്രമേ ചേർക്കുന്നുള്ളൂ. കാണാനായിട്ടൊരു ഭംഗിക്ക് വേണ്ടിയിട്ട് ഇതിൻ്റെ മുകളിലായിട്ട് ചെറിയും കുറച്ച് ടൂട്ടി ഫ്രൂട്ടിയും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഈ ഒരു അളവിൽ എടുത്തു കഴിഞ്ഞാൽ ഇതുപോലത്തെ 2 ഗ്ലാസ് അവൽ മിൽക്കാണ് കേട്ടോ നമുക്ക് കിട്ടുക. നല്ല ടേസ്റ്റി ആയിട്ടുള്ള അവൽ മിൽക്കാണ് കേട്ടോ ഇത്. നമ്മൾ അമൃതം പൊടിയൊക്കെ ചേർത്തുകൊണ്ട് തന്നെ കഴിക്കാനായിട്ട് ഒന്നും കൂടെ നല്ല ടേസ്റ്റ് ഉണ്ടാവും. ഇഷ്ടമായി കഴിഞ്ഞാൽ ഒരു പ്രാവശ്യം ഇതുപോലെയൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ. എന്നിട്ട് അഭിപ്രായം പറയാൻ മറക്കല്ലേ. താങ്ക്